വിശ്വാസം, നിധി, പിന്നെ ഒളിഞ്ഞിരിക്കുന്ന ഒരുപാട് രഹസ്യങ്ങൾ ഇവയെല്ലാം ഒത്തുചേർന്ന ഒരു കഥയാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഉള്ളറകളിലേക്ക് നമുക്ക് ഒരുമിച്ചു പോകാം. 1,00,000 കോടി രൂപ. അതെ, ഞാൻ പറഞ്ഞ സംഖ്യ തെറ്റിയിട്ടില്ല. ഇത് വെറും ഒരു കണക്കല്ല, ഒരു ക്ഷേത്രത്തിന്റെ രഹസ്യ അറകളിൽ നിന്ന് കണ്ടെത്തിയ നിധിയുടെ ഏറ്റവും കുറഞ്ഞ ഒരു ഏകദേശ മൂല്യം മാത്രമാണ്. ഓർക്കണം, ഈ ഭീമമായ സമ്പത്ത് ഒരു രാജ്യത്തിന്റെ മുഴുവൻ ഖജനാവിലുമല്ല, മറിച്ച് ഒരു ഒറ്റ ആരാധനാലയത്തിന്റേതാണ്. ഇത് പത്മനാഭസ്വാമി ക്ഷേത്രത്തെ ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നമായ ആരാധനാലയങ്ങളിൽ ഒന്നാം സ്ഥാനത്തെത്തിക്കുന്നു. അപ്പൊ സ്വാഭാവികമായും നമ്മുടെ മനസ്സിൽ ഈ ചോദ്യങ്ങൾ വരും. ഇത്രയും വലിയ നിധി എവിടെ നിന്നു വന്നു? ഇതിന്റെ പിന്നിലെ കഥ എന്താണ്? നമുക്ക് ആ ഉത്തരങ്ങൾ തേടിയൊന്ന് യാത്ര ചെയ്യാം. ശരി, നമുക്ക് ഈ കഥയുടെ തുടക്കം അധികം പഴയ കാലത്ത് നിന്നല്ലാതെ ഈ അടുത്ത കാലത്ത് നിന്ന് തന്നെ തുടങ്ങാം. 2011 ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം പെട്ടെന്നൊരു ആഗോള ശ്രദ്ധാകേന്ദ്രമായി മാറുന്നത്. ആ വർഷം നടന്ന ഒരു നിർണായക സംഭവം ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകളഞ്ഞു. സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരം ക്ഷേത്രത്തിലെ 6 നിലവറകളിൽ 5 എണ്ണം തുറക്കാൻ തീരുമാനിച്ചു. ഓരോ വാതിലുകളും തുറന്നപ്പോൾ പുറത്തുവന്നത് കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളായിരുന്നു. സ്വർണവിഗ്രഹങ്ങൾ, രത്നങ്ങൾ പതിച്ച ആഭരണങ്ങൾ, ചാക്കുകണക്കിന് പുരാതന സ്വർണ്ണ നാണയങ്ങൾ. നമുക്ക് സങ്കൽപ്പിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു അത്. പക്ഷേ ഒരു വാതിൽ മാത്രം അപ്പോഴും അടഞ്ഞുകിടന്നു. നിഗൂഢതകൾ നിറഞ്ഞ കല്ലറ ബി. അപ്പോ നമ്മൾ ആദ്യം ചോദിച്ച ആ ചോദ്യത്തിലേക്ക് വീണ്ടും വരാം. ഇത്രയും വലിയൊരു നിധിശേഖരം എങ്ങനെ ഈ ക്ഷേത്രത്തിലെത്തി? അതിന്റെ ഉത്തരം കിട്ടണമെങ്കിൽ നമുക്ക് കുറേ പുറകോട്ട് പോകണം, തിരുവിതാംകൂറിന്റെ ചരിത്രത്തിലേക്ക്. കാരണം ഈ ക്ഷേത്രവും ഒരു രാജവംശവും തമ്മിലുള്ള ബന്ധം വളരെ സവിശേഷമാണ്. 8ാം നൂറ്റാണ്ടിൽ തന്നെ ഈ ക്ഷേത്രത്തെക്കുറിച്ച് പരാമർശങ്ങളുണ്ടെങ്കിലും കഥയുടെ ഗതി മാറുന്നത് 1750-ലാണ്. അന്ന് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തൃപ്പടിദാനം എന്നൊരു അസാധാരണമായ കാര്യം ചെയ്തു. അദ്ദേഹം തന്റെ രാജ്യം, അതിലെ എല്ലാ സമ്പത്തും അധികാരവും പത്മനാഭസ്വാമിക്ക് സമർപ്പിച്ചു. അതോടെ രാജ്യത്തിന്റെ യഥാർത്ഥ ഭരണാധികാരി ദൈവമായി മാറി. പത്മനാഭദാസൻ, അതായത് പത്മനാഭന്റെ ദാസൻ എന്ന ഈ ആശയമാണ് ഇത്രയും സമ്പത്ത് ക്ഷേത്രത്തിലെത്താൻ കാരണം. രാജാവ് വെറുമൊരു കാര്യസ്ഥൻ മാത്രമാണെന്നും യഥാർത്ഥ ഉടമസ്ഥൻ പത്മനാഭസ്വാമിയാണെന്നുമായിരുന്നു വിശ്വാസം. ഇത് വെറുമൊരു ആത്മീയ സമർപ്പണം മാത്രമായിരുന്നില്ല, രാജ്യത്തെ ഒരുമിപ്പിക്കാനും ഭരണം ഉറപ്പിക്കാനുമുള്ള ഒരു സമർത്ഥമായ രാഷ്ട്രീയ നീക്കം കൂടിയായിരുന്നു അത്. ശരി, ഇനി നമുക്ക് നിധി സൂക്ഷിച്ച നിലവറകളിൽ നിന്ന് ക്ഷേത്രത്തിന്റെ ഹൃദയഭാഗത്തേക്ക്, അതായത് ശ്രീകോവിലിലേക്ക് പോകാം. കാരണം ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ അത്ഭുതം ഒരുപക്ഷെ അവിടുത്തെ പ്രധാന വിഗ്രഹമാണ്. ഈ വിഗ്രഹം നമ്മൾ സാധാരണ കാണുന്നത് പോലെ ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത ഒന്നല്ല. ഒന്ന് ആലോചിച്ചു നോക്കൂ, 12,008 പവിത്രമായ സാളഗ്രാമശിലകൾ, അതും നേപ്പാളിലെ ഗണ്ഡകി നദിയിൽ നിന്ന് മാത്രം കിട്ടുന്നവ. ഈ ശിലകൾ ഒരു പ്രത്യേക പുരാതന വിദ്യ ഉപയോഗിച്ച് ചേർത്തുവെച്ചാണ് ഈ വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത്. കടുശർക്കര യോഗം എന്നാണ് ഈ നിർമ്മാണ രീതിയുടെ പേര്. ഇത് ശരിക്കും ഒരു വിഗ്രഹമുണ്ടാക്കുന്നത് പോലെയല്ല, ഒരു മനുഷ്യ ശരീരമുണ്ടാക്കുന്നത് പോലെയാണ്. ആദ്യം ഒരു മരത്തിന്റെ അസ്ഥികൂടം, പിന്നെ അതിൽ നാഡീഞരമ്പുകൾ പോലെ ചകിരി നാരുകൾ, അതിനു മുകളിൽ ഔഷധക്കൂട്ടുകൾ കൊണ്ടുള്ള പേശികൾ, പിന്നെ ചർമ്മം പോലെ പാളികൾ. ഇങ്ങനെ ഓരോ ഘട്ടമായിട്ടാണ് ഈ അത്ഭുത വിഗ്രഹം ശ്രീകോവിലിനുള്ളിൽ വെച്ച് തന്നെ രൂപപ്പെടുത്തിയത്. അപ്പോ ഈ ക്ഷേത്രം ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഒരു മ്യൂസിയം മാത്രമല്ല, ഇന്നും ജീവനുള്ള ശ്വാസമെടുക്കുന്ന ഒരു വിശ്വാസ കേന്ദ്രമാണ്. നൂറ്റാണ്ടുകളായി ഒട്ടും മാറ്റമില്ലാതെ തുടരുന്ന ഒരുപാട് ആചാരങ്ങൾ ഇവിടെയുണ്ട്. വർഷം തോറും നടക്കുന്ന അൽപ്പശി പൈങ്കുനി ഉത്സവങ്ങൾ ആയിരക്കണക്കിന് ഭക്തരെയാണ് ആകർഷിക്കുന്നത്. ഈ ഉത്സവങ്ങളുടെ എല്ലാം ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ശംഖുമുഖം കടപ്പുറത്തേക്കുള്ള ആറാട്ട് ഘോഷയാത്രയാണ്. അന്നത്തെ രാജാവിന്റെ അതേ സ്ഥാനത്തുനിന്ന് ഇപ്പോഴത്തെ രാജകുടുംബാംഗം വാളുമേന്തി ഘോഷയാത്രയെ നയിക്കും. നൂറ്റാണ്ടുകളായി തുടരുന്ന ഒരു പാരമ്പര്യമാണത്. എന്നാൽ നിധിയുടെ കണ്ടെത്തൽ ക്ഷേത്രത്തിന് ലോകശ്രദ്ധ നൽകിയെങ്കിലും അതോടൊപ്പം തന്നെ ഒരുപാട് സങ്കീർണമായ നിയമപരവും ഭരണപരവുമായ വെല്ലുവിളികളും ഉയർന്നുവന്നു. മുൻ CAG ആയിരുന്ന വിനോദ് റായിയുടെ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തുവന്നു. അതിൽ ചില സാമ്പത്തിക ക്രമക്കേടുകളെക്കുറിച്ചും ചില വിലപിടിപ്പുള്ള വസ്തുക്കൾ കാണാനില്ലെന്നതിനെക്കുറിച്ചും ആരോപണങ്ങളുണ്ടായിരുന്നു. ഉദാഹരണത്തിന് 769 സ്വർണ്ണക്കുടങ്ങൾ കണ്ടെത്താനായില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ റിപ്പോർട്ടിലെ വിവരങ്ങൾ അതേപടി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുക മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നത്.
ഏകദേശം ഒരു ദശാബ്ദം നീണ്ട നിയമ പോരാട്ടങ്ങൾക്ക് അവസാനം 2020-ൽ സുപ്രീം കോടതി ഒരു സുപ്രധാന വിധി പുറപ്പെടുവിച്ചു. ക്ഷേത്രത്തിന്റെ നടത്തിപ്പിലുള്ള രാജകുടുംബത്തിന്റെ ഷെബേഡ്ഷിപ്പ് അഥവാ ഊരാൽമ അവകാശം കോടതി അംഗീകരിച്ചു. എന്നാൽ സുതാര്യത ഉറപ്പുവരുത്താൻ വേണ്ടി ദൈനംദിന ഭരണം നടത്താനായി ഒരു പുതിയ ഭരണസമിതിയെയും കോടതി നിയമിച്ചു. ഇപ്പോൾ നിയമ പോരാട്ടങ്ങൾക്കും ചരിത്ര വിവരണങ്ങൾക്കുമൊടുവിൽ ലോകത്തെ ഇപ്പോഴും ആകർഷിക്കുന്ന അവസാനിക്കാത്ത ആ വലിയ നിഗൂഢതയിലേക്ക് നമുക്ക് വരാം. അതെ, നമ്മൾ സംസാരിക്കുന്നത് തുറക്കാതെ അവശേഷിക്കുന്ന ആ ഒരേയൊരു നിലവറയെക്കുറിച്ചാണ്. കല്ലറ ബി. കല്ലറ ബിയെക്കുറിച്ച് ഒരു ശക്തമായ വിശ്വാസമുണ്ട്. അതായത് രാജ്യത്ത് വലിയ ക്ഷാമമോ സാമ്പത്തിക പ്രതിസന്ധിയോ ഉണ്ടാവുമ്പോൾ മാത്രം തുറക്കാനുള്ള ഒരു കരുതൽ നിധിയാണ് അതിലുള്ളതെന്നാണ് പറയപ്പെടുന്നത്. ഈ വിശ്വാസം അതിന്റെ നിഗൂഢത കൂട്ടുകയുള്ളൂ. അപ്പോൾ ചോദ്യം ഇതാണ്: നിയമവും യുക്തിയും ടെക്നോളജിയുമെല്ലാം ഭരിക്കുന്ന ഇന്നത്തെ ഈ ലോകത്ത് വിശ്വാസം കൊണ്ട് മാത്രം പൂട്ടിയിട്ടൊരു വാതിലിന്റെ ഭാവി എന്തായിരിക്കും? അതെപ്പോഴെങ്കിലും തുറക്കുമോ? അതോ ആ രഹസ്യം കാലങ്ങളോളം അങ്ങനെ തന്നെ തുടരുമോ? ഈ ചോദ്യം ബാക്കിയാക്കി നമുക്ക് കാത്തിരുന്ന് കാണാം.